went well. Second group, first group already കഴിഞ്ഞിരുന്നു, സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇതിനകത്ത് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന നിങ്ങളുടെ തൊട്ട് നെക്സ്റ്റ് പേപ്പർ ഇസ് ആക്ച്വലി പോസ്റ്റ്പോൺ ടു അനദർ ഡേറ്റ്. സോ യു ആക്ച്വലി ഹാവ് ആംപിൾ ടൈം ടു സ്റ്റഡി യുവർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇതിനെ ഏറ്റവും ബെസ്റ്റ് യൂസ് തന്നെ ചെയ്യുക. അതായത് ഇനി കുറേ ദിവസമായിട്ട് എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്, ഇനി 2 ദിവസം റെസ്റ്റ് എടുക്കാം, എന്നിട്ട് 2 ദിവസം പഠിക്കാം എന്നുള്ള രീതിയിൽ പോകരുത്. ഇനിയുള്ള നമ്പർ ഓഫ് ഡേയ്സ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി സ്കോർ ആൻ എക്സാംഷൻ ഫോർ FMNSM വിച്ച് വിൽ സേവ് യുവർ ആഗ്രിഗേറ്റ്. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് 2 ഡേയ്സ് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അടുത്ത 2 ഡേയ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അടുത്ത വരുന്ന നിങ്ങളുടെ ഓഡിറ്റിങ്ങിൻ്റെ ഗ്യാപ്പ് ഉൾപ്പെടെ വരുന്ന നമ്പർ ഓഫ് ഡേയ്സ് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ FMNSM പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ ചില കുട്ടികൾ ഇങ്ങനെയും ചെയ്യും, ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ മെജോറിറ്റി സ്റ്റുഡൻസിന് കുറച്ച് മറന്നു പോകുന്നൊരു പേപ്പർ ആയതുകൊണ്ട് എന്ത് ചെയ്യും, 2 ദിവസം ഓഡിറ്റിംഗ് പഠിക്കാം, എന്നിട്ട് ബാക്കി 2 ദിവസം പോയി FMNSM പഠിക്കാം. അങ്ങനെയും ചെയ്യരുത്. യു ക്യാൻ ആക്ച്വലി സ്റ്റഡി ഓഡിറ്റിംഗ് in the coming 2 days and plus whatever extra days that you got. Completely agree, നിങ്ങൾക്ക് 2 days എക്സ്ട്രാ പഠിക്കാം. പക്ഷേ FMNSM തീരെ നോക്കാതിരിക്കരുത്. അതായത് ഫസ്റ്റ് 2 days കംപ്ലീറ്റ്ലി ഓഡിറ്റിംഗ് ആൻഡ് ദ നെക്സ്റ്റ് 2 days FMNSM. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് 2 days നിങ്ങൾ പഠിക്കുന്നു, പിന്നെ ഒരു നെക്സ്റ്റ് 2 days വേറെ സബ്ജക്റ്റ് പഠിക്കുന്നു, എന്നിട്ട് ആ സബ്ജക്റ്റ് എക്സാം എഴുതുന്നു, വീണ്ടും 2 ദിവസം മുന്നേ പഠിച്ചത് വന്നിട്ട് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ യു വിൽ ഹാവ് എ ടെൻഡൻസി ഓർ യു വിൽ ഹാവ് ദർ ആർ ഹയർ ചാൻസസ് ദാറ്റ് യു വിൽ ഫൊർഗെറ്റ്. ഇതും മറക്കും മറ്റേതും മറക്കും. സോ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം. പ്രോബബ്ലി യു ക്യാൻ ടേക്ക് എ റെസ്റ്റ് ടുഡേ. കാരണം കുറേ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന സ്റ്റുഡൻസ് ആണ്, കുറച്ച് ദിവസമായി എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ടുഡേ യു ക്യാൻ ടേക്ക് എ റെസ്റ്റ്. ഫ്രം ടുമോറോ പ്ലാൻ പ്രോപ്പർലി. ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് നോക്കുക സോ ദാറ്റ് യു വുഡൻ ഫൊർഗെറ്റ്. പരീക്ഷയുടെ തൊട്ട് തലേന്ന് FMNSM ഉള്ളി, അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിൽ യു ക്യാൻ ഈക്വലി ഡിവൈഡ് ആൻഡ് ഗോ റാദർ ദൻ ജസ്റ്റ് ഫോക്കസിങ് ഓൺ 2 days ഒരു സബ്ജക്റ്റ് മാത്രം ആൻഡ് അനദർ 2 days ഐ ഫോക്കസ് ഓൺ ദിസ്. നോ. അപ്പോൾ കാരണം അത് എക്സാംഷനെ നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കും. ക്യാൻ പ്ലാൻ യുവർ എക്സാംഷൻ പ്രോപ്പർലി ഇൻ ദ കമ്മിങ് 2 days. ഓക്കെ. സോ ഞാൻ SMനകത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ഹാവ് ടു ലീവ് ദ അതർ ടോപ്പിക്സ് ഫ്രം ദീസ് ചാപ്റ്റേഴ്സ്. അങ്ങനെയല്ല. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറും RTP MTP നമ്മുടെ അതിൻ്റെ തൊട്ട് മുന്നത്തെ പേപ്പർ എല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ട് ദിസ് ഇസ് വാട്ട് ഐ ഫീൽ. അപ്പോൾ നമ്മൾ ലോയ്ക്കകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ പോലെ ABC അനാലിസിസിൽ കാറ്റഗറി A ആയിട്ട് ഫസ്റ്റ് ഇത് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സ് എന്തൊക്കെ അതതായ ചാപ്റ്റർ കിടപ്പുണ്ടോ യു ക്യാൻ ഗോ ആൻഡ് റിവൈസ്. ദർ ഇസ് നത്തിങ് കോൾഡ് ലീവിങ് എ പെർട്ടിക്കുലർ ടോപ്പിക്. പ്ലീസ് ടേക്ക് ഇറ്റ് ഔട്ട് ഓഫ് യുവർ ഹെഡ്. ഞാൻ ഈ ടോപ്പിക്ക് വിട്ടോട്ടെ, ആ ടോപ്പിക്ക് വിട്ടോട്ടെ, ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവോ, അങ്ങനത്തെ ഒരു ലോജിക്ക് ഇവിടെ എടുക്കരുത്. CAക്കകത്ത് അത് ആപ്ലിക്കബിൾ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സോ യു വിൽ സ്റ്റഡി ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് ഫസ്റ്റ്. ലേറ്റർ ഓൺ ദി അതർ ടോപ്പിക്സ് യു ക്യാൻ സ്റ്റഡി. ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് പിന്നീട് നോക്കാം. ഓക്കെ. സോ ചാപ്റ്റർ 1നകത്ത് കഴിഞ്ഞ പ്രാവശ്യം അവർ ചോദിച്ചത് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. സോ ദിസ് ടൈം ഐ എം എക്സ്പെക്ടിങ് സ്ട്രാറ്റജീസ് പാർട്ട്ലി പ്രൊആക്റ്റീവ് പാർട്ട്ലി റിയാക്റ്റീവ്. ഞാനിവിടെ ഇട്ടേക്കുന്ന ടോപ്പിക് എല്ലാം കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. കാരണം ഡയറക്റ്റ് ഒന്നും നമുക്ക് എന്തായാലും എഴുതാൻ പറ്റും. ഓരോ ടോപ്പിക്കിൻ്റെ ഈ കാറ്റഗറി എയിൽ ഇത് വായിക്കുന്ന സമയത്ത് പാർട്ട്ലി പ്രൊആക്റ്റീവ് പാർട്ട്ലി റിയാക്റ്റീവിനെ ബേസ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യനെങ്കിലും നമ്മുടെ വർക്ക് ബുക്കിനകത്തുണ്ടാവും. ആ 2 ക്വസ്റ്റ്യനും എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പോൾ നമുക്ക് ആംപിൾ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക, തിയറി വായിക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, തിയറി വായിക്കുക. സോ യു നോ ഹൗ ടു അപ്ലൈ, വേർ ടു അപ്ലൈ ആൻഡ് ഓൾ. മിനിമം 2 questions ഈച്ച്. അപ്പോൾ ഇത് ആയിരിക്കണം നിങ്ങളുടെ ഒരു ഓർഡർ ഓഫ് ലേണിംഗ് ഓർ ഓർഡർ ഓഫ് റിവൈസിങ് ഇൻ കാറ്റഗറി A. സ്ട്രാറ്റജീസ് പാർട്ട്ലി പ്രൊആക്റ്റീവ് ആൻഡ് പാർട്ട്ലി റിയാക്റ്റീവ്. നമ്പർ 2, ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പോൾ ചാൾസ് ഡാർവിൻ പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ഇമ്പോർട്ടൻസ് ഓഫ് SM ഇൻക്ലൂഡിംഗ് ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഇസ് എ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റേഷൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് SM. എത്ര തവണ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വർക്ക് ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. പ്രീവിയസ് ഇയർ RTP MTP ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊക്കെ ഉള്ള ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് SM. ചോദിച്ചിട്ട് കുറച്ച് നാളായി. പിന്നെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഈ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്യുന്ന വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്, വാട്ട് ഡു യു മീൻ ബൈ ഗോൾസ്. ആ ഒരു ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് മാത്രം ഒരു സെപ്പറേറ്റ് ടോപ്പിക്ക് തന്നെ കിടപ്പുണ്ട്. ഗോ ത്രൂ ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. പിന്നെ വാല്യൂ സിസ്റ്റം കുറേ നാളായി ഒരു നമ്മുടെ RTP MTPയിലൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഗോ ത്രൂ വാല്യൂ. ചിലപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഈ കമ്പനിയുടെ വാല്യൂ എന്താണ് എന്നൊക്കെയുള്ള ബേസിസിലും കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ കുറച്ച് നാളായി എഗെയിൻ ചോദിച്ചത് സ്ട്രാറ്റജിക് ലെവൽസ്. നിങ്ങൾക്കൊരു കഥ പോലെ തന്നിട്ട് അവിടെ നിങ്ങളോട് ചോദിക്കാം ഈ പറയുന്ന പേഴ്സൺ ഏത് ലെവലിലാണ് ബിലോങ് ചെയ്യുന്നത്, കോർപ്പറേറ്റ് ലെവലിലാണോ, ബിസിനസ് ലെവലിലാണോ,
ഫങ്ഷൻ ലെവലാണോ ബിലോങ് ചെയ്യുന്നത്. അപ്പോൾ ലെവൽസിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് നിങ്ങളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടും ചോദിക്കാം, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. സോ ദിസ് ഇസ് ബേസിക്കലി ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓർ കാറ്റഗറി എയിൽ നിങ്ങൾ ചാപ്റ്റർ 1 റിവൈസ് ചെയ്യേണ്ടത്. എല്ലാം ഞാൻ ടോപ്പിക്കിൻ്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബട്ട് അതതായ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക് ബുക്കിൽ ചെയ്തതെല്ലാം നിങ്ങൾ പോയി നോക്കണം. ദിസ് ഇസ് ചാപ്റ്റർ 1. കമ്മിങ് ടു ചാപ്റ്റർ 2, മാക്രോ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് എടുത്തു ചോദിക്കാം. ഡെമോഗ്രാഫിക് എൻവയോൺമെൻറ്റ് എന്താണ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എന്താണ്, ലീഗൽ എൻവയോൺമെൻറ്റ് എന്താണ്, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ് എന്താണ്. എടുത്തെടുത്ത് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടിയും ചോദിക്കാം. പെസൽ അനാലിസിസ് ചോദിക്കാം. പെസൽ അനാലിസിസ് ചോദിച്ചിട്ട് കുറച്ച് നാളായി, സോ യു കെൻ ഗോ ഫോർ പെസൽ അനാലിസിസ്. നമ്പർ 2, ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ്. അതിനകത്ത് നമ്മുടെ എന്തിനാണ് ബിസിനസ്സസ് ഇൻ്റർനാഷണലി ഡെവലപ്പ് ചെയ്യുന്നത്, വൈ ഈസ് ദ ബിസിനസ് ഗോയിങ് ഗ്ലോബൽ. ഇതൊരു കാറ്റഗറി പോലെ എഴുതിയേക്കുന്നതാണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗ്ലോബൽ കമ്പനി. ഇതൊക്കെ ഒറ്റ കാറ്റഗറി പോലെ ഇട്ടേക്കുന്നതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ദ ടോപ്പിക് നമ്പർ 2. ദെൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് എക്സ്പീരിയൻസ് കർവാണ്. സോ പിന്നെ ചോദിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൊരു ഏരിയ ആണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. സോ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളും ഫീച്ചേഴ്സ് ഓഫ് എ പ്രോഡക്റ്റും, അതായത് ഫീച്ചേഴ്സ് ഓഫ് എ പ്രോഡക്റ്റ് കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുവാണ്, ഈ കമ്പനി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞൊരു കേസ് ബേസ്ഡ് ക്വസ്റ്റൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. ഞാനത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റൻ നോക്കണം. ഇതും പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളും. ആ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിനകത്ത് അവർ എടുത്തു പറയുന്നുണ്ട് കോമ്പറ്റീഷൻ എന്താണ്, സെയിൽസ് എന്താണ്, ഓരോന്ന് ഡിമാൻഡ് ഇപ്പം എന്താണ്, ഓരോ സ്റ്റേജിലെയും കോമ്പറ്റീഷൻ എന്താണ്, ഡിമാൻഡ് എന്താണ്, മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഓരോ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ദ ഡയഗ്രാം, സ്റ്റഡി ദ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഓക്കെ. ദെൻ കംസ് കസ്റ്റമർ ബിഹേവിയർ. അഗെയിൻ RTP MTPക്ക് അകത്ത് കിടപ്പുണ്ട് കസ്റ്റമർ ബിഹേവിയർ. കസ്റ്റമർ ബിഹേവിയറിൻ്റെ കൂടെ യു ക്യാൻ ജസ്റ്റ് സ്റ്റഡി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് കൺസ്യൂമർ. പക്ഷേ കസ്റ്റമർ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു ടോപ്പിക്ക് കിടപ്പുണ്ട്. കസ്റ്റമർ കൺസ്യൂമർ ബിഹേവിയർ ഒരു ടോപ്പിക്ക് തന്നെ കിടപ്പുണ്ട്. നമ്മുടെ RTP MTPക്ക് അകത്ത് വന്നിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. മൈക്കിൾ പോട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ. അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് ഒരു അറ്റ്ലീസ്റ്റ് 4 വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മുടെ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. മൈക്കിൾ പോട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ ഓരോത്തിനെയും ബേസ് ചെയ്തിട്ട്, ത്രെറ്റ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ടിനെ മാത്രം ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നമ്മുടെ ബേബി ടേർട്ടിൽ എന്നൊക്കെ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. പിന്നെ 1-2 ഏരിയാസ്, അതായത് ഒരു നമ്മുടെ ത്രെറ്റ് ബാർഗെയിനിങ് പവർ ഓഫ് ദ സപ്ലയറിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നേച്ചർ ഓഫ് റൈവലറി ഇൻ ദ ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. സോ സ്പെസിഫിക് ആയിട്ടുള്ള കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്യണം മൈക്കിൾ പോട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ, ഇൻക്ലൂഡിംഗ് ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്. ഓരോത്തിനും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഗോ ത്രൂ മൈക്കിൾ പോട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് മൈക്കിൾ പോട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ. ദെൻ കംസ് കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്. കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് ഇൻഡയറക്റ്റ് പോലെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്താലും അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്. So that is coming these are the topics which is coming under the chapter 2, very important item. Then comes chapter 3. ചാപ്റ്റർ 3 സ്ട്രാറ്റജിക് ഡ്രൈവർ എന്താണ് എന്നും ബേസ് ചെയ്തിട്ട് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്സിനൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. വാട്ട് യു മീൻ ബൈ സ്ട്രാറ്റജിക് ഡ്രൈവർ. സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കതൊരു കഥ പോലെ തരുമ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരുന്നു വർക്ക് ബുക്ക്. ഗോ ത്രൂ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് ചോദിച്ചിട്ട് കുറച്ച് നാളായി, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ്. പിന്നെ ഇത് പ്രൈസിങ് സ്ട്രാറ്റജി ഫോർ എ ന്യൂ പ്രോഡക്റ്റ്. ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 3 ഒബ്ജക്റ്റീവ്സ് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ലോഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു ചെറിയ ടോപ്പിക്കാണ്. എഗെയിൻ ഫോർ 3 മാർക്സ് 2 മാർക്സ് യു ക്യാൻ ആസ്ക്. പിന്നെ ചാനൽസ് കുറച്ച് നാളായി എഗെയിൻ ചോദിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാനൽസ്, നമ്മൾ പ്രോഡക്റ്റ് ചാനൽ, സർവീസ് ചാനൽ, സെയിൽസ് ചാനൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചാനൽസിനെ ബേസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഇത്തവണ ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സസ്റ്റൈനബിലിറ്റി ഓഫ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓർ ബിൽഡിംഗ് കോർ കോമ്പീറ്റൻസി. ഇതിലേതെങ്കിലും ഒരെണ്ണേ ചോദിക്കത്തുള്ളൂ. ഒന്നുകിൽ കോർ കോമ്പീറ്റൻസി ചോദിക്കാം, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിനെ പറ്റിയിട്ടും അവർക്ക് ചോദിക്കാം. ഹൗ ഡു യു സസ്റ്റെയിൻ ദ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ ആയതുകൊണ്ട് ഈ തവണ ഫോക്കസോ കോസ്റ്റ് ലീഡർഷിപ്പോ ഡിഫറൻസിയേഷനോ ഇതിൻ്റെ മീനിങ്ങോ അഡ്വാൻറ്റേജസോ അച്ചീവിങ്ങോ ഒക്കെ ചോദിക്കാനാണ് ചാൻസ്. മീനിങ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജിനകത്ത് മീനിങ്, അഡ്വാൻറ്റേജ്, അച്ചീവിങ്ങിനൊക്കെ ചാൻസ് കൂടുതലാണ്. ഈ 3 അത് ചോദിക്കാനാണ് ചാൻസ്. ബിക്കോസ് ലാസ്റ്റ് ടൈം ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ ചോദിച്ചതുകൊണ്ട്. അപ്പോൾ PLC ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, തൊട്ട് മുകളിൽ എടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ജസ്റ്റ് ലെറ്റിംഗ് യു നോ, തൊട്ട് മുകളിൽ ഞാൻ പറഞ്ഞായിരുന്നു. ദെൻ കംസ് ചാപ്റ്റർ 4. ചാപ്റ്റർ 4 കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് നമ്മുടെ ഇതാണ്,
എന്താ മെർജറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെർജർ എന്നുള്ള ബേസിലാണ് ചോദിച്ചത്. ഇപ്പോൾ സ്റ്റെബിലിറ്റി ചോദിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഒരു രീതിയിലും സ്ട്രാറ്റജിക്കകത്ത് ചേഞ്ച് വരാത്തൊരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജിയാണ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയെ പറ്റി ചോദിക്കാം. ഇനി കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെർട്ടിക്കൽ കോൺസെൻട്രിക് ഈവൻ കോൺഗ്ലോമറേറ്റും കൂടെ നിങ്ങൾ നോക്കിക്കോ. ഐ എം നോട്ട് ഏബിൾ ടു റൈറ്റ് ഹിയർ ബിക്കോസ് ഓഫ് സം ഇഷ്യൂ. അപ്പം ഓർത്തോണേ, വെർട്ടിക്കൽ കോൺസെൻട്രിക് ആൻഡ് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഞാൻ മെർജർ അല്ല പറയുന്നത്, ഡൈവേഴ്സിഫിക്കേഷൻ. അതിലും ഇത്തവണ ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഏരിയനേക്കാളിലും എനിക്ക് കൂടുതൽ ചാൻസ് തോന്നുന്നത് സ്ട്രാറ്റജിക് അലയൻസ് ആണ്. റിപ്പീറ്റഡ് ആണ്. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. വാട്ട് യു മീൻ ബൈ സ്ട്രാറ്റജിക് അലയൻസ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രാറ്റജിക് അലയൻസ്. ക്ലാസ്സിൽ ഒരു കോഡ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ച് പഠിക്കണം. റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, ചോദിച്ചിട്ട് കുറച്ച് നാളായി. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് മെർജറാണ്. ഇനി ഡൈവേഴ്സിഫിക്കേഷൻ ചോദിക്കാനാണെങ്കിൽ ഐ ഫീൽ ദേ മൈറ്റ് ആസ്ക് വെർട്ടിക്കൽ കോൺസെൻട്രിക് ഓർ കോൺഗ്ലോമറേറ്റ് ടു ദ വേഴ്സ്റ്റ് കേസ്. ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഡൈവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. സോ ഐ ഫീൽ ടേൺ അറൗണ്ടിൻ്റെ ആക്ഷൻ പ്ലാനോ അല്ലെങ്കിൽ ഡേഞ്ചർ സിഗ്നൽസോ ഒക്കെ ചോദിക്കാനാണ് ചാൻസ്. ഡേഞ്ചർ സിഗ്നൽസോ അല്ലെങ്കിൽ ടേൺ അറൗണ്ട് സ്ട്രാറ്റജിയുടെ ആക്ഷൻ പ്ലാനോ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. ആൻഡ് ദ ലാസ്റ്റ് വൺ മെട്രിക്സ് എന്നാണ് കേട്ടോ. മെട്രിക്സ് ആണ്. ഇതിനകത്ത് ആൻസ് ഓഫ് BCG, ADL, GE ആ 4 മെട്രിക്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസ് ഓഫും BCGക്കകത്തൊക്കെ അവർ എടുത്തെടുത്ത് ക്വസ്റ്റ്യൻ നമ്മളോടൊരു കഥ തന്നിട്ട് ഇത് സ്റ്റാർ ആണോ, ക്യാഷ് കൗ ആണോ, ഡോഗ് ആണോ, ക്വസ്റ്റ്യൻ മാർക്ക് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വരും. പോസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ സ്ട്രാറ്റജി ഓഫ് BCG ചോദിക്കാം. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് BCG ചോദിക്കാം. ഇതല്ലെങ്കിൽ ADL മെട്രിക്സ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. ഇഗോർ ആൻസോഫിൻ്റെ നിങ്ങൾക്ക് 4 സിറ്റുവേഷൻ തന്നിട്ട് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യൂ. മാർക്കറ്റ് പെനിട്രേഷൻ ആണോ, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആണോ, മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ആണോ, ഇത് ഏതിനകത്താണ് വരുന്നത് എന്ന് നിങ്ങൾ ഡൈവേഴ്സിഫിക്കേഷൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വരാം. സോ ആൻസോഫ് ആയിക്കോട്ടെ, BCG, ADL. GE യൂഷ്വലി ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. പിന്നെ ചിലപ്പോൾ അത് അവർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് റെഡിലോട്ട് വരുവാണെങ്കിൽ പ്രൊഡക്റ്റ് എവിടെയാണ് ഫോളോ ചെയ്യുന്നത്, നമ്മുടെ ആംബറിലോട്ട് വരുവാണെങ്കിൽ പ്രൊഡക്റ്റ് എവിടെ ഫോളോ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മെട്രിക്സിനകത്തുനിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ദീസ് ആർ ദ ഏരിയ വിച്ച് ഐ എം എക്സ്പെക്റ്റിംഗ് ഫ്രം ചാപ്റ്റർ 4. സോ മെട്രിക്സുകൾ ഇത്തവണ നല്ല പ്രയോറിറ്റി കൊടുക്കണം. മെട്രിക്സിൽ നിന്ന് ഹയർ ചാൻസസ്. ടേൺ അറൗണ്ട് നമ്മുടെ റിട്രെൻച്ച്മെൻറ്റ് സ്ട്രാറ്റജിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇസ് ടേൺ അറൗണ്ട്, അതിൻ്റെ ആക്ഷൻ പ്ലാൻ, ഡേഞ്ചർ സിഗ്നൽസ്. സ്ട്രാറ്റജിക് അലയൻസ് ചോദിച്ചിട്ട് കുറച്ചാളായി. അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, വെർട്ടിക്കൽ കോൺസെൻട്രിക് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഫ്രം ചാപ്റ്റർ 4. Chapter 5 is a very long chapter. Therefore, കുറേ ടോപ്പിക്സ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അഗെയിൻ ഐ ഹവ് കാറ്റഗറൈസ്ഡ് ഇറ്റ്. ഇതിനകത്ത് തുടക്കത്തിൽ ഫസ്റ്റ് ഒരു ടോപ്പിക് കിടപ്പുണ്ട്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണ്, SMൻ്റെ പ്രോസസ്സ് എന്താണ് എന്നും പറയുന്ന ഒരു ഏരിയ കിടപ്പുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് വേണം പോവാൻ. സ്ട്രാറ്റജിക് അൺസർട്ടനിറ്റി ഇത്തവണത്തെ RTP MTPക്കകത്ത് വന്ന് കിടപ്പുണ്ട്. സ്ട്രാറ്റജിക് അൺസർട്ടനിറ്റി അതുകൊണ്ട് കുറച്ചും കൂടെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ട്രാറ്റജിക് അൺസർട്ടനിറ്റി നോക്കാം. ലിങ്കേജസ് ചോദിച്ചിട്ട് കുറച്ച് നാളായി, അതുകൊണ്ട് ചാൻസ് ഉണ്ട്. ഫോർവേഡ് ലിങ്കേജ്, ബാക്ക്വേർഡ് ലിങ്കേജ് ചോദിച്ചിട്ട് കുറച്ച് നാളായതുകൊണ്ട് ഐ എം എക്സ്പെക്റ്റിംഗ് ഇറ്റ്. എഗെയിൻ സ്ട്രാറ്റജിക് ചേഞ്ചിനകത്ത് ഇതും ചോദിച്ചിട്ട് കുറച്ച് നാളായി. സ്ട്രാറ്റജിക് ചേഞ്ച് എന്താണ് എന്നും പറയുന്ന ഒരു ടോപ്പിക്കും ഉണ്ട്. കേർട്ട് ലൂയിൻ സ്ട്രാറ്റജിക് ചേഞ്ചും ഉണ്ട്. രണ്ടും നോക്കി പോകണം. കേർട്ട് ലൂയിൻ്റെ അകത്തുനിന്ന് അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. HC കെൽമൻ ചേഞ്ചിങ് ടു ന്യൂ സിറ്റുവേഷൻ അല്ലെങ്കിൽ ബിഹേവിയറൽ പാറ്റേൺസ് എങ്ങനെയാണ് റീഡിഫൈൻ ചെയ്തേക്കുന്നത്, അത് മാത്രമായിട്ടും ചോദിക്കാം. കേർട്ട് ലൂയിൻ്റെ മൊത്തമായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറയുന്ന ടോപ്പിക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. തൊട്ട് താഴെ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഫോളോ ചെയ്യുന്ന, ചേഞ്ച് മാനേജ് ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്യുന്ന 5 ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെ, അതെടുത്ത് വായിക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു സ്ലാഷ് ഇട്ടേക്കുന്നുണ്ടോ, മാനേജിങ് ചേഞ്ച് ഡ്യൂറിങ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഈ 2 ടോപ്പിക്കും സിമിലർ ആയിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ വേർഡിങ്സ്, അതിൻ്റെ ഹെഡിങ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ മീനിങ് സെയിം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡിങ്സും പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഭയങ്കര സിമിലറാണ്. ജസ്റ്റ് ആയിട്ട് അതിൻ്റെ ഹെഡിങ്സ് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആൻസർ കീ വരാത്ത ഹെഡിങ്സിനെ ബേസ് ചെയ്ത് നോക്കത്തുള്ളൂ. സോ അതിന് 2 ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് തന്നെ നോക്കണം. സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഫോളോ ചെയ്യുന്ന 5 ബെസ്റ്റ് പ്രാക്ടീസസും ഹൗ വിൽ യു മാനേജ് ചേഞ്ച് ഡ്യൂറിങ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അത് നോക്കിയിട്ട് വേണം പോകാൻ. പിന്നെ ഇതും ചോദിച്ചിട്ട് കുറച്ച് നാളായി. ഓർഗനൈസേഷണൽ ഫ്രെയിം വർക്ക്, മെക്കൻസെ ഡെവലപ്പ് ചെയ്ത് ഓർഗനൈസേഷണൽ ഫ്രെയിം വർക്ക് നോക്കിയിട്ട് പോകണം. ഓർഗനൈസേഷണൽ കൾച്ചർ എഗെയിൻ ചോദിച്ചിട്ട് കുറച്ച് നാളായി. സോ യു ഹാവ് ടു ഗോ. വാട്ട് ആർ ദ പെരിൽസ് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ. ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്,
കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെയുള്ള ബേസിലുള്ള ക്വസ്റ്റ്യൻ. ഓർഗനൈസേഷണൽ ഫ്രെയിം വർക്കിനകത്തും ഹാർഡസ്റ്റ് സോഫ്റ്റസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പോകണം. ചിലപ്പോൾ അവർ മൾട്ടിപ്പിൾ ചോയ്സിനായിട്ടും ചോദിക്കും, ഇതിനകത്ത് ഹാർഡസ്റ്റിനകത്ത് എലമെൻറ്റ് അല്ലാത്തത് ഏതൊക്കെ, സോഫ്റ്റസ്റ്റിനകത്ത് എലമെൻറ്റ് അല്ലാത്തത് ഏതൊക്കെ, അങ്ങനെ അവർക്ക് ചോദിക്കാം. ഈ സ്ട്രക്ചേഴ്സ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. കുറേ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് 6 ക്ലാസ് ആണ്, അതിന് മുന്നേ നെറ്റ്വർക്ക് മെട്രിക്സ് ഒക്കെ ചോദിച്ചതുകൊണ്ട് ഐ ഫീൽ ഇത്തവണ ബാക്കി എല്ലാം നോക്കിക്കോണം. ഇതൊന്ന് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിച്ചോളൂ. ഡിവിഷണൽ, മൾട്ടി ഡിവിഷണൽ, SBU. കാരണം ഇത് മൂന്നും ഭയങ്കര കൺഫ്യൂസിങ് ആണ് സ്റ്റുഡൻസിന്. ഡിവിഷണൽ, മൾട്ടി ഡിവിഷണൽ ആൻഡ് SBU സ്ട്രക്ചർ. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളത് റിവൈസ് ചെയ്യണമെങ്കിൽ റിവൈസ് ചെയ്തോളൂ. പിന്നെ ഇത്തവണ അഗൈൻ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലീഡർഷിപ്പ് സ്റ്റൈൽ, അതായത് നമ്മുടെ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ, ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് സ്റ്റൈൽ, റോൾ ഓഫ് എ സ്ട്രാറ്റജിക് ലീഡർ, റെസ്പോൺസിബിലിറ്റി ഓഫ് എ സ്ട്രാറ്റജിക് ലീഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈൽസ് നോക്കിയിട്ട് പോകണം. ഇതും എഗെയിൻ ചോദിച്ചിട്ട് കുറച്ച് നാളായി, പക്ഷേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കാം നമുക്ക്. SPM, SPMനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്, ടൈപ്സ് ഉണ്ട്, വാട്ട് ഇസ് SPM ഉണ്ട്, നോക്കിയിട്ടേ പോകാവുള്ളൂ. RTP MTPക്കകത്ത് വന്ന് കിടപ്പുണ്ട്. SPM അടുപ്പിച്ച് 2-3 അറ്റംപ്റ്റ് ചോദിച്ചിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് ഇത്തവണ SPM നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ഓർഡർ ബേസിക്കലി യു ഹാവ് ടു ഫോളോ ഫോർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോവാതെ ഒരു ദിവസം ഒരു ടാർഗറ്റ് വെക്കുക. ഐ തിങ്ക് മാക്സിമം ഓഫ് 3 hours, നമുക്ക് ആമ്പിൾ ടൈം ഉള്ളതുകൊണ്ടാട്ടോ പറയുന്നത്, മാക്സിമം ഓഫ് 3 or 4 hours മാക്സിമം ഫോർ one chapter each നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് പോകുക. ഞാൻ എപ്പോഴും പറയും chapter 5 ഓൺ ദി ഡേ ഓഫ് എക്സാം ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നത് നല്ലതാണ്. ബിക്കോസ് അതിൻ്റെ വേർഡിങ്സും അതിൻ്റെ ഒരു ചില കുട്ടികളിപ്പോൾ വിട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടേ ഉണ്ടാവില്ല. അവർക്ക് പോലും ഈ ടോപ്പിക്ക് വിടുന്നതിനേക്കാളും നല്ലതല്ലേ ഞാൻ ഈ തന്നിരിക്കുന്ന ടോപ്പിക്ക് മാത്രം നോക്കിയിട്ട് പോകണേ. എനിവേ യു ഡിസൈഡ് യു ഗോയിങ് ടു ലീവ് ദാറ്റ് പെർട്ടിക്കുലർ ചാപ്റ്റർ. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി ഇതിൽ നിന്ന് എങ്ങാനും 2 ക്വസ്റ്റൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ സ്കോർ ദാറ്റ്. സോ chapter 5 ഓൺ ദ ഡേ ഓഫ് എക്സാം നോക്കുന്നതാണ് നല്ലത്. ബിക്കോസ് പെട്ടെന്ന് വായിച്ചുമ്പോൾ മറന്നു പോകത്തുമില്ല. അത് ഓർത്തെടുക്കാനാണ്, ആ വേർഡ്സ് ഒക്കെ ഓർത്തെടുക്കാനാണ്. chapter 5 ആണ് കുട്ടികൾക്ക് പൊതുവേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ. സോ chapter 5 ജസ്റ്റ് ഗോ ത്രൂ ഓൺ ദ ഡേ ഓഫ് എക്സാം. ബട്ട് ഇഫ് യു വെരി അൺഷുവർ, അയ്യോ എനിക്കൊന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ പരീക്ഷയുടെ തലേന്ന് വേണമെങ്കിൽ റിവൈസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തോളൂ. chapter 5 കുറച്ച് പരീക്ഷയുടെ തലേന്ന് ആൻഡ് ബാക്കി പരീക്ഷയുടെ അന്ന് രാവിലെ. എഗെയിൻ ചാപ്റ്റർ ഇതില്ലേ നമ്മുടെ 3 യു ക്യാൻ ഡു ഓൺ ദ ഡേ ഓഫ് എക്സാം. chapter 3 എഗെയിൻ യു ക്യാൻ ഡു ഓൺ ദ ഡേ ഓഫ് എക്സാം. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയും തിയറി പേപ്പർ ഓൺ ദ ഡേ ഓഫ് എക്സാം നോക്കിയിട്ടൊന്ന് കയറണം. ദാറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ. കാരണം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് എ പ്രോബ്ലം പേപ്പർ ആൻഡ് വെരി ലെസ് ചാൻസസ് യു വുഡ് ഫർഗെറ്റ് എ പ്രോബ്ലം പേപ്പർ. സോ അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ എന്ത് റിവൈസ് ചെയ്യുക, SM റിവൈസ് ചെയ്യുക. അതുപോലെ ആദ്യം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എഴുതിയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എഴുതുക. 2 റീസൺസ് ആണ്. ഒന്ന്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ്ലി മറന്നു പോകും ഇഫ് യു റൈറ്റ് FM ആൻഡ് യു കം ടു SM. നമ്പർ 2, ടൈം നിങ്ങൾ കൂടുതൽ FM-ന് അലോട്ട് ചെയ്യാനേ ഞാൻ പറയുള്ളൂ, എൻ്റെ പേപ്പറിന് അലോട്ട് ചെയ്യാനല്ല. കാരണം പ്രോബ്ലം പേപ്പറാണ്, അതിന് കുറേ വർക്കിംഗ് നോട്ട് ഉണ്ടാവും, കമ്പ്യൂട്ടേഷൻസ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു അലോട്ട് മോർ ടൈം ഫോർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. 1.5 മണിക്കൂർ വെച്ചാണ് എഴുതേണ്ടത്. ബട്ട് സ്റ്റിൽ ഐ എം അഡ്വൈസിങ് ഒരു 1.25 മണിക്കൂർ കൊണ്ട്, 1 മണിക്കൂറാണ് ഞാൻ പറയുന്നത്, മാക്സ് ടു മാക്സ് 1.25 മണിക്കൂർ കൊണ്ട് SM കംപ്ലീറ്റ് ചെയ്യുക. എക്സ്ട്രാ 15 മിനിറ്റ് ഏതിനിടുക, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇടുക. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. സോ ഇത് കാറ്റഗറി എയിൽ റിവൈസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് റീഡ് ത്രൂ ദ അതർ ടോപ്പിക്സ്. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളുടെ ഓർഡറിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. എല്ലാ ചാപ്റ്ററിനും ഈക്വൽ വെയിറ്റേജ് ആണ്, 10 മാർക്ക് വെച്ചിട്ടാണ്. സോ വെൻ യു ആർ ലീവിങ് 1 ചാപ്റ്റർ യു ആർ ജസ്റ്റ് ലീവിങ് 10 മാർക്സ്. അല്ലാണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം ആ ചാപ്റ്ററിൽ നിന്ന് മാത്രം അങ്ങനെ ഒരു ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ടിനില്ല. നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അതവിടെ ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സിനകത്ത് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മാർക്ക് ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് കൂട്ടാം. ഇപ്പോൾ ചാപ്റ്റർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് വിചാരിക്കും ഇത്ര നാളായിട്ട് കുറേ ക്വസ്റ്റൻ ഇടുകയല്ലേ, ഇത്തവണ 3 മാർക്ക് ഇട്ടാൽ മതി, ബാക്കി അതിൻ്റെ 7 മാർക്ക് കൂടെ ചാപ്റ്റർ 5 ഇട്ടേക്കാം. അപ്പോൾ ചാപ്റ്റർ 5 വെയിറ്റേജ് ചിലപ്പോൾ 17 മാർക്കായി കാണും. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചെയ്യാൻ പറ്റുമോ, അല്ല 12 മാർക്കൊക്കെ അങ്ങ് അലോട്ട് ചെയ്തേക്കാം. ചെയ്യാൻ പറ്റും. അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇഷ്ടമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചില ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് കൂട്ടാം കുറയ്ക്കാം. സോ വി ക്യാൻ നെവർ പ്രെഡിക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ചാപ്റ്റർ വിടരുന്നത് പറയണേ. So even if you have forgotten, make sure that you read the question. It is not about reading the topics. Question, then come and read the topic. Question, come and read the topic. So I hope this was helpful. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can contact me. Utilize the coming days very well. Okay? Thank you. All the very best.